അബീമിസാണ്. മക്കളെ, നമ്മളോട് ഇംഗ്ലീഷ് എക്സാമിന് എപ്പോഴും ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ് കംപ്ലീറ്റ് ദ ഫോളോയിങ് അല്ലേ. ആദ്യം കുറച്ച് പോം തരും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 വരി പോം തരും. അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കി വരികൾ കംപ്ലീറ്റ് ചെയ്യാൻ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഇവിടെ ഒരു പോം തന്നിട്ടുണ്ട്, ആ പോം കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ ഹാവ് എ പെറ്റ്. എനിക്കൊരു പെറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് എ ക്യാറ്റ്. അതൊരു പൂച്ചയാണ് അല്ലേ. ഇറ്റ് ഈസ് സോ നൈസ്. ഇറ്റ് ഓൾവേസ് ഈസ് മ്യാവ് മ്യാവ്. അപ്പോൾ എനിക്കൊരു പെറ്റ് ഉണ്ട്, അതൊരു ക്യാറ്റാണ്. ഇറ്റ് ഈസ് സോ നൈസ് ആൻഡ് ഇറ്റ് ഓൾവേസ് ഈ മ്യാവ് മ്യാവ് എന്നാണ് നമ്മുടെ പോം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി വരികൾ പൂരിപ്പിക്കാൻ നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ 4 വരികളുടെ അതേ പാറ്റേണിൽ തന്നെ കുറച്ച് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി 4 വരികൾ പൂരിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേടാ, ഐ ഹാവ് എ പെറ്റ്. ഇതിൻ്റെ ബാക്കി എന്താണ്? ഇറ്റ് ഈസ് എ ഡോഗ് എന്ന് എഴുതാം അല്ലേ. ഇറ്റ് ഈസ് എ ക്യാറ്റിന് പകരം ഇറ്റ് ഈസ് എ ഡോഗ്. പിന്നെന്താ? ഇറ്റ് ഈസ് സോ നൈസ്. ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് സോ നൈസ് അല്ലേ. അപ്പം നമുക്ക് ഇറ്റ് ഈസ് സോ നൈസ് അതേ വരികൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ. ഇറ്റ് ഓൾവേസ് സേ ബൗ ബൗ അല്ലേ. മ്യാവ് മ്യാവിന് പകരം ബൗ ബൗ ആക്കി. അപ്പോൾ ഇതുപോലെ 1-2 വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരികൾ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി നോക്കിക്കേ, ഐ ഹാവ് എ പെറ്റ്. അത് നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ ബാക്കി അതേപോലെ ഇറ്റ് ഈസ് എ ചിക്ക് അല്ലേ. ഇതെന്താണ്? ഇതൊരു കോഴിക്കുഞ്ഞാണ് അല്ലേ. ഇറ്റ് ഈസ് എ ചിക്ക്. ഇറ്റ് ഈസ് സോ നൈസ് അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് സോ നൈസ്. പിന്നെ എങ്ങനെ എഴുതാം? ഇറ്റ് ഓൾവേസ് സേ കീ കീ അല്ലേ. അതേപോലെ തന്നെ ആ വരികൾ തന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം അല്ലേ. ഇറ്റ് ഓൾവേസ് സേസ് എങ്ങനെയാ ചിക്ക് കരയുക? കീ കീ എന്നാണ് ശബ്ദം ഉണ്ടാക്കുക അല്ലേ. കീ കീ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ബാക്കി വരികളെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്താണ്? ഐ ഹാവ് എ പെറ്റ്. ഇറ്റ് ഈസ് എ ഡക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡക്ലിംഗ് എന്ന് എഴുതാം അല്ലേ. ഓക്കെ. അപ്പോൾ ഡക്കിൻ്റെ കുട്ടിയാണ് നമ്മൾ ഡക്ലിംഗ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് സോ നൈസ് അതേ വരികൾ തന്നെ നമ്മൾ എഴുതി. ഇറ്റ് ഈസ് സോ നൈസ്. ഡക്ക് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക? ക്വാക്ക് ക്വാക്ക് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഓൾവേസ് സേസ് ക്വാക്ക് ക്വാക്ക്. ഓക്കെ. ക്വാക്ക് ക്വാക്ക്. അപ്പോൾ ഇതുപോലെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള വരികൾ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി 4 വരികൾ ഇവിടെ എന്താ? ഐ ഹാവ് എ പെറ്റ്. ഇറ്റ് ഈസ് ആൻ ഔൾ. ഇറ്റ് ഈസ് സോ നൈസ്. ഇറ്റ് ഓൾവേസ് സേ ഗർ ഗർ. അപ്പോൾ ഇതുപോലെ എന്താണ് ഈ 4 വരികൾ എന്ന് മിസ്സിൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇതുപോലെ കംപ്ലീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോം തന്നിട്ട് അതിൻ്റെ ബാക്കി വരികൾ കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.